ഹലോ ഹായ് അസ്സലാമലൈക്കും. പുറത്ത് നല്ല ഗോൾഡൻ നിറവും ചെറിയൊരു ക്രിസ്പിനെസ്സും അകത്ത് നല്ല സോഫ്റ്റ് ആയതുമായ തേങ്ങയുടെയും ചെറിയ ഉള്ളിയുടെയും നാടൻ രുചിയോട് കൂടിയുള്ള ഒരു അടിപൊളി കലത്തപ്പമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം 2 കപ്പ് പച്ചരി നന്നായി കഴുകി ഏകദേശം 4 മുതൽ 5 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അരി നന്നായി കുതിർന്നതിന് ശേഷം വെള്ളം ഊറ്റിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൊത്ത് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ നല്ല തിന്നായിട്ട് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഒരു 5 ക്യൂബ് ശർക്കരപ്പാനിയാക്കി എടുക്കുക 1 ഗ്ലാസ് വെള്ളത്തിൽ. ഇനി കുതിർത്ത അരി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, അതുപോലെ തന്നെ 4 ക്യൂബ് ശർക്കരപ്പാനി ആക്കിയത് അരിച്ച് ഒഴിക്കാം. ഇതിലേക്ക് പിന്നെ 2 ഏലക്ക, ചെറിയ ജീരകം, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. മാവ് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് വളരെ കട്ടിയാകാനും പാടില്ല, വളരെ ലൂസാകാനും പാടില്ല. ദോശമാവിനേക്കാൾ കുറച്ച് കട്ടിയുള്ളതും കുക്കറിൽ ഒഴിക്കുമ്പോൾ പരക്കാൻ കഴിയുന്ന കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി അരച്ചെടുത്ത മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കലത്തപ്പം ചുടാനായി ഒരു കട്ടിയുള്ള പാനോ കുക്കറോ എടുക്കുക. ഞാൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. ചൂടായാൽ ഇതിലേക്ക് തേങ്ങ ചെറുതായി കട്ട് ചെയ്തതും ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളിയും തിന്നായി കട്ട് ചെയ്തത് ചേർക്കാം. ഇത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കിയെടുക്കുക. ശേഷം അതിലെ പകുതി ഭാഗം കോരി മാറ്റി വെക്കുക. ഞാൻ ഓയിലാണ് നേരത്തെ ഒഴിച്ചിരുന്നത്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഓയിൽ എല്ലായിടത്തും എത്താൻ വേണ്ടി ശർക്കരപ്പാനി ഒരു അത്യാവശ്യം ചെറിയ ചൂടോടെ തന്നെ നമ്മൾ മിക്സിയിൽ അരക്കേണ്ടത്. ആ ചൂടോടെ തന്നെയാണ് നമ്മൾ ഈ കുക്കറിലും പാരേണ്ടത്. ചൂട് പോവാൻ പാടില്ല. ശേഷം നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും അതിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ച് കുക്കർ അടച്ചു വെക്കാം. കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീയാണ്. തീ കൂടുതലായാൽ താഴെ പെട്ടെന്ന് കഴിയുകയും അകത്ത് ശരിയായി വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെറിയ തീയിൽ പതുക്കെ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 10 മുതൽ 15 വരെ വേവിക്കാം. കുക്കറിൻ്റെ വിസിൽ മുകളിൽ ചെറിയ ചെറിയ തുള്ളികൾ വരികയും ചെയ്താൽ കലത്തപ്പം വെന്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. ഇനി അടപ്പ് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ. പുറത്ത് നല്ലൊരു ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായ ടേസ്റ്റിയും ചെറിയ ഉള്ളിയുടെയും തേങ്ങയുടെയും ആ നാടൻ രുചി കൂടിയാകുമ്പോൾ ശരിക്കും കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ചൂട് ചായയോ പ്രഭാത ഭക്ഷണമോ വൈകുന്നേരത്തെ പലഹാരമായോ കഴിക്കാൻ ഇതിലും നല്ലൊരു നാടൻ പലഹാരം വേറെയില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ നാടൻ രുചിയുള്ള റെസിപ്പിക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി രുചികരമായ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.